Agreed. സമ്മതിച്ചു. ദാ ചെക്ക്. നോ കണ്ടീഷൻ. സാറ് പറയുന്ന വില. സാറ് പറയുന്ന വ്യവസ്ഥ. അല്ല, എൻ്റെ മക്കള്. അതെ, അതും ചേർത്താ വില. എങ്ങനെ? അതല്ല, മതി. മക്കളോട് ചോദിച്ചിട്ട് മതി. മതി. പക്ഷേ താമസിപ്പിക്കരുത്. വില ഉറപ്പിച്ചോ? അതല്ല, ഈ വീട് വിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടല്ല. വീടെന്താ അവരുടെ പേരിലാണോ? ആണോ? അല്ല, വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി വിൽക്കുവാണെന്ന് അറിഞ്ഞാൽ അവർ വിഷമിക്കും. ചിലപ്പോൾ അവരുടെ പഠിപ്പ് വരെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു വരും. അവരുടെ കോഴ്സ് കഴിയാൻ ഇനി 6 മാസം വേണം. ബ്രദറിന്റെ കാര്യം മനസ്സിലായോ? അതായത് 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുന്നു അല്ലേ? രജിസ്ട്രേഷൻ കച്ചവടമൊക്കെ ഇപ്പം തന്നെ നടത്താം. പക്ഷെ ഞാനിത് വിറ്റൂന്ന് ആരെ അറിയിക്കാതെ നിങ്ങൾ 6 മാസം കൂടി പൊറുക്കണം. ഓ, പൊറുക്കണം, മനസ്സിലായി. പണം തന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് ഈ സാറുമാരുടെ പേരിലായാലും പിന്നെ ഒരു 6 മാസം കൂടി ചേട്ടൻ ഇവിടെ പൊറുക്കണമെന്ന്, ശരിയല്ലേ? എന്ന് പറഞ്ഞ് ഇവർക്ക് പൊറുക്കാൻ പറ്റുമോ? ഇവർക്ക് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാനേ പറ്റില്ല. ചേട്ടാണെങ്കിൽ പൊറുക്കോ? പൊറുക്കൊക്കെ പൊറുക്കൊന്ന് പറ. സാറിന്റെ മനസ്സിന്റെ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പൊറുപ്പിക്കാനും മരുന്നുണ്ട്. സാറ് പറ. സാറിന് ഇപ്പോൾ ആവശ്യമായ പണം വേണം. അതിന് വീട് വിൽക്കണം. പക്ഷേ കുട്ടികളത് അറിയാനും പാടില്ല. അതല്ലേ? സാറിന് ഞങ്ങൾ പണം തരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കാതെ രജിസ്ട്രേഷൻ നടത്തിയാലും അത് പുറത്തു പോകും. സാറിന്റെ കുട്ടികൾ അതറിയും. അവർ വിഷമിക്കും. അവർ വിഷമിച്ചാൽ ഞങ്ങളും വിഷമിക്കും. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ വേണ്ട. അല്ല, അത് ഒന്നുമില്ല. ആരും അറിയണ്ട ഒന്നും. പിന്നെ അതുവരെ ഞങ്ങൾ സാറിന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്താ? വാടകയ്ക്ക്. വീടിന്റെ മുകൾ വശം ഒഴിഞ്ഞു കിടക്കയില്ലേ ഇവിടെ? ഏതായാലും സാർ ഇവിടെ ഒറ്റയ്ക്കാം. സാറിന് വയസ്സുകാലത്തൊരു കൂട്ടിന്. പിന്നെ ഒരു 2000 രൂപ വാടകയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും അതിലൊരു വേഷം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. താങ്ക് യു. എന്താ സാറേ, വണ്ടി റിപ്പയറിംഗ് ആയോ? വണ്ടിയൊക്കെ കണ്ടീഷനാ. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, സ്റ്റാർട്ട് ആകിയല്ല. ഓ, ഇതെന്താടോ വണ്ടിയില്? അത്യാവശ്യം ഡ്രസ്സ് സാധനമൊക്കെ എത്തി സാറേ. ഇത് കുറെ ഉണ്ടല്ലോ. ഇതിന്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു. ഒക്കെ പാവങ്ങൾ കൊടുത്തു ഫ്രീ ആയിട്ട്. ഡൊണേഷൻ. വാ വാ വാ. നിങ്ങൾ അവിടെ നിൽക്കുവാണോ? വാ. ഇനി ഞാനല്ല നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് കയറ്റേണ്ടത്, നിങ്ങൾ എന്നെയാ. വീടിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി. എന്തിനാ സാറേ ഇത്? ഇതൊക്കെ പിന്നീട് മതിയെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഒന്നും വെച്ച് നീട്ടിക്കൂടാ. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. എന്റെ അപ്പൻ അപ്പൂപ്പന്മാരായി നടത്തിക്കൊണ്ടിരുന്ന ആശുപത്രി, സാമുവൽസ് ഹോസ്പിറ്റൽ, ചില ബാധ്യതകൾ വന്നപ്പോൾ സർക്കാർ അത് ഏറ്റെടുത്തു. ഇപ്പോ 5 കൊല്ലം കൂടുമ്പോൾ എക്സിക്യൂട്ടർ ആ ആശുപത്രി ലേലത്തിന് വെക്കും. അത് ലീസിനെടുക്കണം, നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ വലിയ ആശയായിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞില്ല. ഓരോ തവണയും അവന്മാർ ലേലത്തിന് വിളിച്ചെടുക്കും. ആ ആൽബർട്ടും ഐസക്കും. ഒരെണ്ണം അടിക്കുന്ന ഒരു ചെറുതും അയ്യോ വേണ്ട വേണ്ട. ആശുപത്രി അവർക്ക് വെറും ഒരു മറ. അവരുടെ കൊള്ളരുതായ്മകൾക്ക് സുരക്ഷിതമായൊരു മറ. ഇന്ന് അത് എൻ്റെ കയ്യിലാണ്. അതിന് കാരണക്കാര് നിങ്ങളാണ്. നിങ്ങൾ തന്ന പണം കൊണ്ടാണ് ഞാനത് തിരിച്ചു പിടിച്ചത്. താങ്ക് യു. സാറെന്തായി പറയുന്നത്? നന്ദി പറയാൻ ഞങ്ങൾ അന്യന്മാരൊന്നും അല്ലല്ലോ. കുറെ കാലമായി ഇങ്ങനെ കഴിച്ചിട്ട്. അധികം കഴിക്കരുതെന്നാണ് ഡോക്ടർ മക്കൾ ഈ പപ്പയോട് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. ഇതൊക്കെയല്ലേ ഒരു കോളേജ് ലൈഫ്, ഇല്ല ബ്രദറെ? പപ്പ ആരോഗ്യം നോക്കണം. പപ്പ വിളി കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷേ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. പ്രത്യേകിച്ച് മെറ്റബോളിക് ഏജ് വെറും 35. ഇതാ കണ്ടോ, ഞാൻ പഴയ ജിംനാസ്റ്റാ. പിന്നെ ഒരു ഫ്രീ സ്റ്റൈൽ ബോക്സർ. എനിക്ക് നല്ല പ്രായത്തിൽ അതിന് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. സത്യം. എന്താണോ ഒരു ബോക്സിംഗ് മോശക്കാരിയാ? അത് വലിയൊരു കലയാടോ. അതല്ല പപ്പ, ഞങ്ങളും ഈ ലൈനിൽ തന്നെയാ. ബോക്സിംഗ് സത്യം. അയ്യോ സാറേ, കോബ്രാന്ന് കേട്ടിട്ടില്ലേ? കോബ്രാന്ന് കേട്ടാ ഡൽഹി വറക്കും. കോബ്രകൾ. ഇവർക്ക് ബോക്സിംഗിൽ കിട്ടിയ സമ്മാനങ്ങൾക്കും പൊരിഞ്ഞ ഇടിക്കും യാതൊരു കണക്കുമില്ല. ഇടി കിട്ടിയെന്നോ? ആർക്ക്? ഒന്ന് പോടാ ഇവിടുന്ന്. ഇടി കിട്ടണ അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ലടോ. 2 കിട്ടിയാലേ കൊടുക്കാൻ ഒരു സുഖമുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നപ്പോ അമ്മായിയപ്പനും മരുമക്കളും ആയി. അപ്പൊ പപ്പ,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ ചോദിക്കടോ. ആ ട്രെയിനിങ് സെന്റർ ഞങ്ങൾ നടത്തിക്കോട്ടെ? ഏ താൻ വണ്ടി നിർത്തിക്കേ. താൻ എന്താ പറഞ്ഞത്? അല്ല, ഞങ്ങളേതായാലും ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് തീരുമാനിച്ചാണ് വന്നത്. ഇതാവുമ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന പണിയാണല്ലോ. നല്ല രീതിയിൽ ഞങ്ങൾക്കതിന് കഴിയും. നമുക്കേ ഓരോ സ്മോൾ കഴിച്ചാലോ? ഓ എനിക്ക് വയ്യ. സന്തോഷം വരുമ്പോഴേ ഒന്ന് കഴിക്കണം, എന്നാലേ ഒരു 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 ബിങ്കോൾഫി ആവുള്ളൂ. ഇത് 5ാമത്തെയാണ്. ഇനി ചേസ് വേണ്ടട്ടാ. ഓരോന്നിനും കൈവെക്കാനുള്ള ആരോഗ്യമില്ലാത്തോണ്ടാ. ഒന്ന് പോടാ അവിടുന്ന്. സന്തോഷം കൊണ്ടാടാ. നിനക്കറിയാവോ, എനിക്ക് 2 മക്കളെ കൂടിയാണ് കിട്ടിയിരിക്കണേ. എന്റെ മനസ്സറിയാവുന്ന മക്കള്. നീ എന്റെ ഐശ്വര്യമാടാ, നീ എന്റെ ഭാഗ്യമാടാ. നിങ്ങൾ എന്റെ പുന്നാര എന്ത് മക്കളാടാ? പേര് പറയുന്നു വൃത്തികെട്ടവനെ. എന്ത് മക്കളാടാ? മരുമക്കള്. കറക്റ്റ്. അതിനും അപ്പുറം, ഒരുപാട് അപ്പുറം. ചക്കരെ, നീ എനിക്ക് ഒരു സ്മോളോട് വിളിച്ചതാടാ. ആരോഗ്യം നോക്കണോട്ടോ. എന്താരോഗ്യം, എന്തായുസ്. എന്റെ പെമ്മക്കളെ 2നെ ഇത്രയൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ മോനെ. ഇനി 2 നല്ല ചെക്കന്മാരെ കണ്ടുപിടിച്ച് അവരെ കൈ പിടിച്ചൊന്ന് ഏൽപ്പിക്കണം. അത്രയുള്ള ആഗ്രഹം. അത് പപ്പ ഈ നല്ല ചെക്കന്മാരെന്ന് വെച്ചാ എടാ, അത് നല്ല ആരോഗ്യമുള്ള, അതൊക്കെ നല്ല മനസ്സുള്ള, അതും ഒക്കെ. നല്ല സൗന്ദര്യമുള്ള അയ്യോ, 2 നല്ല ചെറുക്കന്മാരെ. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ ഡാടാ സാറേ, സൗന്ദര്യം ഒരു രോഗമല്ല. അതൊരു ശാപമല്ലേ? ആ, പോ പോ പോ. വലിയ പോട്ടെ. പപ്പ, ഉം. പപ്പായ്ക്ക് ഞങ്ങളെപ്പറ്റി എന്താ അഭിപ്രായം? ഉം. നല്ല കുടിയന്മാരാണല്ലേ? പപ്പ, ഞങ്ങളെ അങ്ങനെ സ്ഥിരം മദ്യപാനീയരായിട്ട് കാണരുത്. അത് സാരയില്ലടോ. മദ്യപിക്കുന്ന ഒരു തെറ്റല്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നല്ലവർ തമ്മിൽ കൂടുമ്പോ. ആ, എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയണം. എന്താ പപ്പ? എൻ്റെ മക്കളുടെ കാര്യമാ. ഞാൻ എങ്ങനെയാ പറയണേ? എങ്ങനെയെങ്കിലും പറ. അതായത് നിങ്ങൾ നല്ലവരാ, അവിവാഹിതർ. നിങ്ങൾക്ക് ഏതായാലും അല്ല വേണ്ട, പിന്നെ പറയാം. പറ പപ്പ. പറയാം പിന്നെ. പ്ലീസ്. ഒരു 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 വേണ്ട പ്ലീസ് പപ്പ, പ്ലീസ്. അയ്യേ വേണ്ടെന്നേ, പിന്നെ പറയാം. പപ്പ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ, ആ ചമ്മൽ അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് പറ. അല്ല, അപ്പൊ എന്റെ ആരോഗ്യം. ആരോഗ്യമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ തന്നെ ഉണ്ട്. അങ്ങോട്ട് പിടിപ്പിക്ക്, എന്നിട്ട് പറ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ, നിങ്ങൾ 2 പേരും അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ അത് പറയണില്ല. ബ്രദറെ, മക്കളെ, പപ്പ പപ്പ ഓക്കെ അല്ലേ? ഓക്കേണോ പപ്പ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ പപ്പ? നേരത്തെ എന്താ പപ്പ പറയാൻ തുടങ്ങിയത്? അതെ, കിടന്നാലോ? അതല്ല പപ്പ, അതിനു മുമ്പ്. ആണോ? കിടന്നാലോന്ന്. ഈ സമയത്ത് ആരാണ് പപ്പ കിടക്കുന്നത്? അതിനു മുമ്പ്, കിടക്കുന്നതിന് മുമ്പ്. കിടക്കണതിന് മുമ്പോ മൂത്രം ഒഴിക്കണം. അതല്ല പപ്പ, ഞങ്ങളോട് എന്തോ പറയാൻ പോയില്ലേ? അതെന്താ? നിങ്ങക്ക് മൂത്രം ഒഴിക്കണോ? ഒഴിച്ചോ. ഒന്ന് പറയൂ പപ്പ. ആര് പറയ പപ്പ. എവിടെ? പറ പപ്പ. പറ പപ്പ. പറയണ പപ്പ. എന്തുപറ്റി? പപ്പ 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 പപ്പ. പോടാ പോക്കെ. ബ്രദറെ, പപ്പ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? പോടെ പോർക്കേന്ന്. നീ പോയിക്കടാ നീ.
പപ്പ നമ്മുടെ കല്യാണക്കാരൻ തന്നെയല്ലേ പറഞ്ഞത്? ആയിരിക്കും, പക്ഷെ അങ്ങോട്ട് വ്യക്തമായില്ലല്ലോ. പപ്പ പപ്പ അതെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും സാറുമാരെ. നാളെ നേരം വിളക്കുമ്പോ സാറിനെ പറ്റുമ്പോ ചോദിച്ചു മനസ്സിലാക്കല്ല. ശവം ഉറങ്ങാൻ നെഞ്ചിനകത്ത് തീയരിയുമ്പോഴാണ് കടന്നുറങ്ങുന്നത്. പപ്പ 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 ഒരു മുട്ടൻ ഐഡിയ ഉണ്ട്. എന്ത് ഫിറ്റായിട്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒരു ഒറ്റ മൂല്യമുണ്ട്. എന്താ എന്താ ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ഒരു സ്മോൾ ഒഴിക്കുക, എന്നിട്ട് അതിൽ മറ്റൊരു സ്മോൾ ഒഴിക്കുക. അതങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പൊ ഫിറ്റ് ഇറങ്ങും. അപ്പൊ 2 സ്മോൾ കൊടുത്താ പോരെ? അയ്യോ, അപ്പൊ ഡ്രൈ ആയി പോവൂലേ. സോറി യു ആർ കറക്റ്റ്. കൊടുക്കട്ടെ സാറേ. എന്ത് കുന്തമായാലും വേണ്ടില്ല, ഇന്ന് ന്യൂസ് അറിയണം. ഇന്ന് 2 അറിയും. ബാല നീ ടൂൾസ് എടുക്കടാ. Tools ആ? ബ്രാൻഡ് എടുക്കടാ. ഓ, ബ്രാൻഡി. ദാ വരുന്നു. പപ്പ 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 പൊളി പപ്പ. വാ പൊളി പപ്പ. സൂക്ഷിച്ചൊഴിക്കും. പൊളി പപ്പ. ഒരു ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല പണി ഉണ്ടായിരുന്നു. അതിന് ട്യൂബിനിപ്പോ ഒരു തുള്ളി പോലും പുറത്തു പോകരുത്. ബ്രദറെ നല്ല ചുട്ട പെടോട്ടാ. നിങ്ങളൊന്ന് വാ തുറക്കുന്നേ. ഇതെന്ത് എല്ലാരും അങ്ങ് മാറിയത്? ഷെർലിയല്ലേ? ആരാടോ നിങ്ങൾ? ആരാണെന്ന്? അതെ, ഞങ്ങളീ ബ്രദറെ അല്ല, ഞങ്ങൾ ഇതിലേ ഇങ്ങനെ പോകുമ്പോ പപ്പയുടെ അല്ല സാറിന്റെ ഫ്രണ്ട്സാ. ആ ഫ്രണ്ട്സോ? എന്താ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നേ? സാറ് ഫുഡ് കഴിച്ച് ഓവറായപ്പോൾ നോർമൽ ആവാനത്തിരി ജ്യൂസ്. പപ്പ, ജ്യൂസോ? ആ, ആപ്പിൾ ജ്യൂസ്. കളർ കണ്ടില്ലേ? ബ്രാൻഡ് ആണെന്ന് വിചാരിച്ചല്ലേ? പറ്റിച്ചേ. ഷേർലി, പപ്പ കുടിച്ചിട്ടുണ്ട്. ഇതാണോ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ് ആണ്. ഇറങ്ങടോ. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങുന്നോ പോലീസിനെ വിളിക്കണോ? കാര്യം പറയട്ടെ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. വാടകയ്ക്കോ? ഇവിടെയോ? ആ, ഇവിടെ മുകളിൽ 1000 രൂപ ഞങ്ങൾ ഓരോരുത്തരും വാടക കൊടുക്കുന്നുണ്ട്. സാർ ഇവിടെ ഒറ്റയ്ക്കാ, മക്കളൊക്കെ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോ കഷ്ടം തോന്നി. വയസ്സായ ആളല്ലേ, ഒരു കമ്പനിക്ക് ഞങ്ങളും കൂടെ ഒപ്പം താമസിച്ചു. ശരി, വാടകയ്ക്ക് താമസിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്? ബോധമില്ലാത്ത ഒരാളെ പിന്നെ കുടിപ്പിച്ച് കൊല്ലാൻ നോക്ക. അയ്യോ, ബോധമില്ലാത്ത ആളായിരുന്നു, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അല്ലേ ബ്രദറെ? അയ്യോ സോറി. സോറി. അയ്യോ, ദാ പോവാ. അടിക്കല്ലേ. ഞാൻ പറഞ്ഞു. വാടകയ്ക്ക് താമസിക്കുന്നവരാ. കച്ചറേ. ആ വാതിലും കൊട്ടി അടച്ചു. அண்ணே தடி சாமானங்கள் எல்லாம் வந்தாச்சு. இன்னைக்கு பணி ஸ்டார்ட் பண்ணலாம்ல? നിക്ക്, പണി സ്റ്റാർട്ട് പണ്ണാൻ വരട്ടെ. ഇവിടെ ഞങ്ങൾ തന്നെ പണി കിട്ടിരിക്കുക. അതിനൊരു തീരുമാനമാകട്ടെ. മേശരി പോയി കടുപ്പത്തിലൊരു ടീ സാപ്പിട്ട്. சரிங்கண்ணே. ഓ, അതെ, അണ്ടി പോയ അണ്ണാമാരെ പോലെ ഇങ്ങനെ മറന്നു കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഡേ, പോടെ. അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി പ്രശ്നമേ ഇല്ല. എന്താണോ നീ അവിടെ പോയിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ മുതലേ ആലോചിക്കായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പറയണം പുല്ലേ. അതെ, നമ്മൾ ഇന്നലെ ബ്രാൻഡി ഒഴിച്ചു കൊടുത്തില്ലേ? ഓ, എന്റെ ഒരു മറവി. അത് അങ്ങനെയല്ല, ബ്രാൻഡിയിൽ തൈരാണ് ഒഴിക്കേണ്ടത്. ഇപ്പോഴാ ഓർമ്മ വന്നത്, ഇനി പ്രശ്നമില്ല. കൊല്ലൂടെ നീ. എന്താ പ്രശ്നം? പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ. ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതെ സാറേ, പോവല്ലേ, അവിടെ നിന്നേ. കാലത്ത് ഉണർന്നപ്പോഴാ മക്കള് വന്ന് വിവരം അറിഞ്ഞത്.
അതുകൊണ്ട് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? സംശയിക്കണ്ട, കംപ്ലീറ്റ് കുഴപ്പമായി. സാർ ഇന്നലെ അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ കോബ്രകൾക്ക് തോന്നിയത് കോബ്രാസിന്റെ സാറിന്റെ മക്കളുടെ കല്യാണാലോചനയാണെന്നാ. പറഞ്ഞു തീരും മുമ്പ് സാറിന്റെ കംപ്ലീറ്റ് ഫീസും പോയി. അയ്യോ, അതൊന്ന് ക്ലിയർ ആയിട്ട് പറയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇത്തിരി ഒറ്റമൂലി എന്തേ? അല്ല, ഒരിത്തിരി ബ്രാൻഡി സാറിന്റെ വായിലോട്ട് ഒഴിച്ചപ്പോ സാറിന്റെ മക്കൾ കണ്ടോണ്ടൊന്നു. അതാ പ്രശ്നമായത്. സത്യത്തിൽ എന്താ സാറ് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടാ? ഒരു ക്ലൂ? ശരിയാ, ബോധമില്ലാതെ ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. സത്യത്തില് ഞാൻ അവരോട് ബോധത്തോടു കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണത്. ആ പിന്നെ എനിക്ക് നിങ്ങളെ ബോധ്യായി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അതിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. ബെസ്റ്റ് അപ്പൻ. ഇങ്ങനെ ഒരു അമ്മായപ്പന് എവിടെ കിട്ടുമിടോ? മനസ്സിൽ കയറി പറ്റുന്ന കാര്യം വിട് സാറേ. ആ വീട്ടിൽ ഇനി എങ്ങനെ കയറി പറ്റും? പ്രശ്നമാണ്, പക്ഷെ അത് പ്രശ്നമല്ല. ഇന്നലെ രാത്രിയിൽ നടന്ന കഥയ്ക്ക് ഒരു മറുകഥ ഉണ്ടാക്കി മക്കളോട് പറയണം, അവരെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാവോ, ഞാൻ മുൻ ബോക്സർ മാത്രമല്ല, മുൻ സാഹിത്യകാരൻ കൂടിയാണ്. പണ്ട് ബാലലോകത്തിൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി മക്കളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ഞാനൊരു കഥയുണ്ടാക്കും, അതേക്കും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോടാ കുട്ടന്മാരെ. ഈ അങ്കിള് തല്ലിപ്പൊളിയാക്കോ? ഓഫ് കോഴ്സ്. വേണ്ട വേണ്ട പപ്പ, ഇനി പുതിയ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ പപ്പ. അതെ പപ്പ, ഞങ്ങള് വരുമ്പോ അവര് ബോധമില്ലാതെ കിടക്കുന്ന പപ്പയുടെ വായില് മദ്യം ഒഴിച്ചു കുടിപ്പിക്കുകയായിരുന്നു. അതെ, പക്ഷെ എന്തിന്? അത് നിങ്ങൾ അന്വേഷിച്ചോ? ആ ഇല്ല, ഞാനിപ്പോ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അവര് കാരണ. അറിയാവോ? എന്താ പപ്പ, എന്താ ഉണ്ടായത്? പറയാം. ഇന്നലെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. കോളേജിലോ? പപ്പ എപ്പോഴാ കോളേജിൽ പഠിച്ചത്? ഞാനല്ല, കോളേജിൽ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്. എന്താ അയാളുടെ പേര്? പേര് പ്ലാച്ചിമൂട്ടിൽ ശശി. എന്താ? എന്നിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നവനാ പ്ലാച്ചിമൂട്ടിൽ ശശി. യാത്രക്കിടയിൽ ഏതോ കാട്ടിൽ വെച്ച് ഒരു കാട്ടുമൂപ്പന് അവൻ കുറച്ച് ചാപ്പണം പുകയില കൊടുത്തപ്പോൾ ആ മൂപ്പൻ അവന് തിരിച്ചൊരു സമ്മാനം കൊടുത്തു. പപ്പാ, എന്തോ? ഈ കാട്ടുമൂട്ടിലെ ശശി കാട്ടുമൂട്ടിലോ ആട്ടിൻകൂട്ടിലൊന്നും അല്ല, പ്ലാച്ചിമൂട്ടിൽ ശശി. പ്ലാച്ചിയെങ്കിൽ പ്ലാച്ചി. അയാള് കാട്ടുജാതിക്കാരനാ? മതി, ഞാൻ പറയുന്നില്ല. ഷളി, നീ ഒന്ന് ചുമ്മാതിരിക്ക. പപ്പ പറയൂ. മൂട് പോയെന്നേ. ശരി, ഞാൻ മിണ്ടുന്നില്ല. മൂപ്പൻ ശശി കൊടുത്ത സമ്മാനം എന്താണെന്ന് അറിയാവോ? ഒരു കുപ്പി വാറ്റുചാരായം. അവനിവിടെ വന്നപ്പോൾ അത് എനിക്ക് തന്നിട്ട് തിരികെ പോയി. കാട്ടിലേക്കാ? അയ്യോ. ശരി പറ. ഇന്നലെ വൈകുന്നേരം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദാ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ എനിക്കെന്തോ ഒരല്പം മദ്യപിക്കണം തോന്നിപ്പോയി. ദാ ആ മേശപ്പുറത്ത് പ്ലാച്ചിമൂട്ടിൽ ശശി തന്ന വാറ്റിയാരായും എന്നെ മാടി വിളിച്ചു. കൂട്ടുകാരൻ തന്നതല്ലേ, നിങ്ങൾ അടുത്തില്ലാത്തതിന്റെ വിഷമവും. ഒരു കവിളി ഞാൻ കുടിച്ചു കഴിഞ്ഞത് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ശിരകളിൽ വൈദ്യുതി പ്രവാഹം വീണുപോയി ഞാൻ. അയ്യോ മോളെ, ഞാനീ ഈ പപ്പയോട് ക്ഷമിക്കൂ. പപ്പ മരിച്ചു. ദൈവം അയച്ച 2 മാലാഖമാരെ പോലെ അവർ കൃത്യസമയത്തെത്തി. സാറേ, അയ്യോ, ഇനി വല്ല ബ്ലഡ് ക്യാൻസറോ എന്റെ കോട്ടയത്തെ പുണ്യാളാ. അയ്യോ, ഫോണാണല്ലോ അടിക്കുന്നത്. ഹലോ, ഡോക്ടറാണോ? അല്ല, അല്ലേ? ഞാൻ പ്ലാച്ചിമൂട്ടിൽ ശശിയാണ്. ഞാൻ ജോൺ സാറിന് കൊടുത്ത മദ്യം അത് വിഷമദ്യമായിരുന്നു. അയ്യോ, ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. അത് കഴിക്കരുതെന്ന് പറയണം. വേണ്ട, ചെയ്യില്ലേ? അയ്യോ, എന്റെ ദൈവമേ, നമ്മുടെ ജോൺ സാറിനൊന്നും സംഭവിക്കില്ലേ? എന്താ? ആരാ? ബ്രദറെ, പ്ലാച്ചിമുട്ടി ശശി ഇപ്പൊ വിളിച്ചിരുന്നു. സാറിന് കൊടുത്തത് വിഷമദ്യമാണെന്ന്. എന്റെ ഗീവറീസ് സാറിന്റെ മക്കൾ ഷേളിക്കും ആനിക്കും ആരാ ഉള്ളത്? വഴിയുണ്ട്. എന്ത് വഴി? ബ്രദറിന്റെ ഈ പണം വല്ലതും ഉണ്ട്. 3-4 കോടി കാണും. പക്ഷെ ഒക്കെ ബാങ്കിലാ. ഇന്ന് പക്ഷെ എടുക്കാൻ പറ്റില്ല. ടുഡേസ് ഹോളിഡേ. ഓ, ഇന്ന് ടുഡേ ആണല്ലോ. അതെല്ലോ. വേറെ വഴിയുണ്ട്. സാറ് നോക്കണം, ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൃത്രിമമായ അന്ധവിശ്വാസം കൊടുത്തോളൂ. ഓ, ആർട്ടിഫിഷ്യൽ എയർ. ഈശ്വര, വെടിയുണ്ടാണല്ലോ ഏറ്റിരിക്കുന്നത്. അതും മർമ്മസ്ഥാനത്ത് തന്നെ. ഈസ് നാച്ചുറൽ ഡെത്ത്. അയ്യോ, ഇതൊന്നും കൊടുത്തേ. ഗ്ലാസ് എന്തായത്? ഇത് കണ്ടാ മനസ്സിലാവില്ല. ബ്രാൻഡി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ. അത് ശരി, അപ്പൊ സാറിന് വെള്ളം ഒടിക്കാത്തതിന്റെ അസുഖം വരുന്നല്ലേ? നീ അങ്ങോട്ട് കൊടുക്കണേ.
വിഷമദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മറുമരുന്ന് ബ്രാൻഡി ആണെന്ന് വൈപ്പിൻ തുറന്ന സമയത്ത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അത് ഭക്ഷണത്തിന് ശേഷം അത് ഭക്ഷണത്തിന് മുമ്പ്. എന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ ഭഗീരഥ പ്രയത്നത്തിനിടയിലാണ് നിങ്ങൾ വന്ന് കയറിയത്. ആരാടോ നിങ്ങള്? ഇതാണ് ഇന്നലെ രാത്രിയിൽ സത്യത്തിൽ സംഭവിച്ചത്. ബെസ്റ്റ് ബെസ്റ്റ് കഥ. എന്താ നിനക്കെന്നെ വിശ്വാസമായില്ല അല്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കും ശാലി. എന്നിട്ട് ഇപ്പോ പപ്പായ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, എടി പൊട്ടിക്കളി, നീ പൊട്ടക്കഥ വിശ്വസിച്ചോ? വേണ്ട, നീ ഒന്നും പറയണ്ട. അതേ മോളെ, പപ്പ ചെമ്പെടുത്ത് കാണിച്ചാലും അവള് ചങ്കരത്തി പോവാന്നേ പറയൂ. ഓ, എനിക്ക് വല്ലാത്തൊരു വിഷമം. ഒന്ന് കിടക്കണം. ദേ പപ്പ, ഇനി ഓവർ ആക്ട് ചെയ്ത് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഞാൻ വിശ്വസിച്ചു പോരെ. പിന്നെ ഒരു കാര്യം ഉറപ്പായി, പപ്പയുടെ ഈ കോബ്രകൾ അത്രയ്ക്ക് വിഷമുള്ള കൂട്ടത്തിലല്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പപ്പയുടെ ഭാവന ഇത്രയ്ക്ക് അങ്ങോട്ട് പീലി വിടർത്തി ആടില്ലായിരുന്നല്ലോ അല്ലേ? അപ്പോ പപ്പ പറഞ്ഞതൊക്കെ നുണയാ? കുറച്ച് വേണ്ട. പിണങ്ങാതെ, നീ എന്റെ ചക്കരയല്ലേ. മോളെ, എന്നാ പിന്നെ ഞാൻ അവരെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വന്നോട്ടെ? പ്ലീസ്. താങ്ക് യു. സാറുമാരും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത് മറുപടി പറയാൻ? ഞങ്ങളങ്ങൂല്ല. അവളുമാർക്ക് തോന്നുമ്പോ ഇറക്കി വിടാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും ഞങ്ങൾ അവരെ കളിപ്പുള്ളിയൊന്നുമല്ല. അല്ലേ ബ്രദറെ? കോൺസെൻട്രേറ്റ് ചെയ്യ് ബ്രദറെ. ബ്രദറെ, ഇതൊരുമാതിരി കോയിലടിയായി പോട്ടാ. സാറേ അതൊക്കെ വിട്. പോടാ പട്ടി, എന്റെ പല്ലളകി. അതല്ല, ആ പെണ്ണുങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരാ? അതപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി ആയില്ല. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അപ്പൊ ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവും. അതെ, അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഇത് കൂട്ടിയാൽ മതി. എന്തായാലും അവര് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് വിളിച്ച സ്ഥിതിക്ക്. മാപ്പ് പറഞ്ഞു? ആര്? അല്ല, ഉണ്ടാവുമല്ലോ. ഇല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ടുവരാൻ ജോൺ സാർ ഇത്ര ധൈര്യമായിട്ട് പറയൂ? എന്നാ പിന്നെ പോയാലോ ബ്രദറെ? ഹേയ്, വിളിച്ച ഉടനെ ഓടിച്ചെന്നാ ശരിയാവില്ല. വെയിറ്റ് പോവും അല്ലേ? വൈകിട്ട് 2 അടിച്ചിട്ട് പോ. അയ്യോ, നമ്മള് വെള്ളോടി നിർത്തിയില്ലേ ബ്രദറെ? എന്തിന്? ആർക്ക് വേണ്ടി? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണോ? ബാ ബ്രദറെ. അനങ്ങണ്ട, സ്റ്റാച്ചു ആയിട്ട് നിന്നാ മതി. അവളുമാരൊന്ന് കാല് പിടിച്ച് മാപ്പ് പറയട്ടെ. വാ. അവരെവിടെ? ഒച്ച വെക്കരുത്, അവരുറങ്ങി. നിങ്ങൾ വാ. കുഴപ്പാവോ? ശബ്ദം ഉണ്ടാക്കാതിരുന്നാ മതി. വാ വാ വാ. അതെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല. സാരമില്ല, റൂമിൽ വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് കിടന്നു. ചെല്ല് ചെല്ല്. നിക്ക്. ഈശോ. മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. കണ്ടാലറിയാം, കുറച്ച് ഗുണ്ടായിസൊക്കെ ഉണ്ടല്ലേ. അടിയോ ഇടിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. ഓ, അങ്ങനെ എന്തേലും ഉണ്ടായെന്ന് അറിഞ്ഞാ ആ നിമിഷം ഇവിടെ ഇറക്കി വിടും. പറഞ്ഞേക്കാം. ചെല്ലേ. ഓ, ഗുഡ് നൈറ്റ്. എന്താ ഇത്? ജയില? വെള്ളം അടിക്കാൻ പാടില്ല, വീട് വലിക്കാൻ പാടില്ല. എനിക്കിടെ പ്രാന്ത് കയറിയുണ്ടല്ലോ. ഒന്നുമില്ല ബ്രദറെ, ഒക്കെ ശരിയാവും. കുടിക്കും. നിങ്ങളെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റർ താനെ ശരിയായിക്കോളും. എന്ത് കല്യാണം? പള്ളി പറഞ്ഞാ മതി. എനിക്ക് വേണ്ടവള ഭദ്രകാളി. ബ്രദറിന് കറക്റ്റ് മാച്ചാ. ബ്രദർ കെട്ടിക്കോളെ. അയ്യേ, ബ്രദർ എന്തായി പറയുന്നത്? അത് ബ്രദർ കെട്ടാൻ പോണ പെണ്ണ. ഞാൻ ആ കുട്ടിയെ സിസ്റ്ററായിട്ട് കണ്ടുപോയി. ബ്രദർ വെള്ളം കുടിക്കും. അല്ല, ബ്രദർ വെള്ളം കുടിക്ക്. മാത്രമല്ല, അത് ബ്രദറിന് പറ്റിയ പെണ്ണ് തന്നെയാ. ബ്രദറിനെ ഒന്ന് വഴക്ക് പറയാനോ ഒന്ന് പേടിപ്പിച്ച് നിർത്താനൊക്കെ അവള് തന്നെ വേണം. പിന്നെ പേടിപ്പിക്കാൻ ഇനി വരട്ടെ. എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. ചവിട്ടിയെടുത്ത് പുറത്തിടില്ല. എന്താ? ഉറങ്ങിയോ? അല്ല, ആരെയാ ചവിട്ടി പുറത്തിടുമെന്ന് പറയുന്നത് കേട്ടല്ലോ. എന്നെയാണോ? കാല് തുടയ്ക്കാൻ ഒരു ചവിട്ടിയെടുത്ത് പുറത്തിടണമെന്ന് പറയായിരുന്നു ബ്രദറിനോട്. മുട്ടി മുഴുവൻ പൊറിയാകുമേ. ബ്രദറെ, മുറി മുഴുവൻ പൊറി. മുറി മുഴുവൻ പൊടിയാകുമേ. ആ ശരി, നിങ്ങൾ കഴിച്ചതാണോ? ഒരു ചെറുത്. അതല്ല, ഭക്ഷണം കഴിച്ചതാണോന്ന്. അതെ, ഒരു ചെറുതായിട്ടൊരു ഭക്ഷണം കഴിച്ചു. സത്യം പറ,
കഴിച്ചോ? ചൈനീസ് ഫുഡ് ഇല്ല ബ്രദറെ. ശരി ശരി, താഴേക്ക് വാ. അയ്യയ്യയ്യയ്യയ്യ, എന്താ ബ്രദറെ ഇത്? നാണക്കേട്. എന്ത് കണക്കെട്? വിശന്നിട്ട് കണ്ണ് കള്ളുക. ബ്രദർ വന്നില്ലേ? ഞാനങ്ങ് വരുന്നു. കഴിക്കണല്ലേ? ദേ ഞാൻ പോവാ. ബ്രദർ നല്ല കോഴിയിറച്ചിയുടെ പണം. ബ്രദറേ, താങ്ക് യു മാഡം. കറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ചോറുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് കഴിച്ചില്ലല്ലോ. അല്ല, കണ്ടാലറിയാലോ അല്ലോ അല്ലേ? അതെ, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ ആക്രാന്തം. മതി മതി മതിയെങ്കിൽ സാർ എഴുന്നേറ്റോ. പൊക്കെ അവന്റെ ഒരു കോമഡി. നിങ്ങൾ ബ്രദേഴ്സ് ട്വിൻസ് ആണോ? അല്ല, ക്രിസ്ത്യൻസാ. സത്യം അതല്ലടോ, നിങ്ങൾ ഇരട്ടകളാണോന്ന്. അതെ. പിന്നെന്താ ഒരാള് മാത്രം കറുത്തു പോയത്? ഏയ് അങ്ങനെയൊന്നുമില്ല. അതെ, പ്രസവിച്ചപ്പോ എന്നെ അമ്മ കൃത്യസമയത്ത് തന്നെ പ്രസവിച്ചു. ബ്രദറിനെ പ്രസവിക്കാൻ കുറച്ചു വൈകി. അപ്പൊ അത്രയും സമയം കൂടെ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ബ്രദർ മുരിഞ്ഞ് സ്വല്പം കരിഞ്ഞുപോയി. എന്റെ ഓരോ തമാശനെ. വലിയ തമാശക്കാരനാണല്ലേ? കൂടുതൽ പരിചയപ്പെടുമ്പോ അറിയാം, എന്നോട് സംസാരിച്ചാൽ ചിരിച്ചിരി ചാകും. അതെ, ചാകാൻ നടക്കുന്ന പലരും ബ്രദറിനെ പരിചയപ്പെടാൻ വേണ്ടി വരാറുണ്ട്. ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയതിന്റെ വേദന അതൊന്നും വേറെയാ. ഒന്ന് വേറെ ആയോണ്ടല്ലേ മാറിപ്പോയെന്ന് പറയുന്നത്. അതെ, നിനക്കറിയോ, ഞാൻ പ്രസവിക്കുമ്പോ നീ പ്രസവിച്ച? ഞാനല്ല, ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മുഖത്തുനിന്ന് ചോര എങ്ങനെ തൊട്ടെടുക്കാൻ. നിന്റെ മുഖത്ത് ചൊറയുണ്ടായിരുന്നു? അതല്ല, നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു ഞാൻ. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ആ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഈ ഇരിക്കടത്തെ. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എടാ എടാ, ഇങ്ങനെ കുടിക്കല്ലേ, നിന്റെ ചങ്ക് വാടി പോവും. വാടട്ടെ, എനിക്കെന്താ, എന്റെ ചങ്കല്ലല്ലോ, ആ കരിഞ്ഞുണങ്ങിയ തെണ്ടിയുടെ ചങ്കല്ലേ. ചാകട്ടെ, ഈ ചതിയ ചാകട്ടെ. ഞാൻ ഏതോ കോടീശ്വരന്റെ വീട്ടില് നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും പോൽവിറ്റൊക്കെ കുടിച്ച്. അതേ കരിസാറേ, എന്താ ഉദ്ദേശം? അതെ രായ സാറേ, എന്തെങ്കിലും ഒന്ന് പറ. കുറെ നേരം സൈക്കിളോട്ടം തുടങ്ങിയിട്ട് എവിടെയൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട് നിർത്തിയൊന്ന് നിർത്താൻ. എന്താടാ? എന്താ? ഒന്നുമില്ല, പറഞ്ഞ പോലെ രസമായിട്ട് തോന്നി. ചൂടാ ചൂട്. ഞാൻ പറയാം സാറേ, അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയില്ലേ? നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തു പറയാൻ? ഏയ്, അതൊന്നും ശരിയാവില്ലടാ. ഇത് അവരുടെ ഇവരുടെ ഇടയിൽ കിടന്ന് നമ്മൾ കോമാളികളാവാന്നല്ലാതെ മതി. മതി. അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ടേ? എന്തിന്? ആരെ കാണാൻ? ബ്രദറെ, നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഈ കുടുംബവും കുട്ടികളും ഒന്നും. മാത്രമല്ല, നമ്മൾ അവർക്കൊട്ട് ചേരുവില്ല. അവർ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരല്ലേ. മതി, നമുക്കൊന്നും വേണ്ട. നമുക്കിവിടുന്ന് പോവാം. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്കോ സ്കൂളിലേക്കോ? എന്താ? അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് പോകുന്നെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഈ വാടകയ്ക്ക് താമസിക്കുന്നവര് വീട് മാറിപ്പോകുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. ചുരുങ്ങിയ പക്ഷം അത്രയും കാലം താമസിച്ചതിന്റെ വാടകയെങ്കിലും തരണം. ഞങ്ങൾ ആ വാടക പിരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അത് രണ്ടുപേരും തനി തനി തരണം. എന്തേ, കാശില്ലേ?
ഇല്ല ഉണ്ട് ബ്രദറെ. വാ വാങ്ങിക്ക്. നിക്ക് അത് ശരി. വീട്ടുടമസ്ഥന് ഇവിടെ ജീവനോടെ നിൽക്കുമ്പോൾ വാടക മേടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഏതായാലും വാങ്ങിച്ചു പോയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും. നീ ഈ വാടക ഈ മുതലാളിക്ക് കൊടുക്ക്, നീ ഇത് ഈ മുതലാളിക്ക്. ഹ, എന്താ രണ്ടുപേരിങ്ങനെ നോക്കി നിൽക്കണേ? വീട്ടുടമസ്ഥന്മാർ ഇതങ്ങ് വാങ്ങിച്ചേ. ഞാനെല്ലാം പറഞ്ഞടോ ഇവരോട്. നിങ്ങൾ വീട് വാങ്ങിയതും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമൊക്കെ ഇവർക്കും ഇത് സന്തോഷാടോ. பாட்டு பாட்டு பாட்டு